വെൽക്കം ബാക്ക് ടു സ്കിൽ ആൻഡ് സ്പാർക്ക്. സ്കിൽ ആൻഡ് സ്പാർക്കിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കേരളം നേരിടുന്ന ഒരു പ്രയാസമാണല്ലോ പവർ കട്ട്, ലോഡ് ഷെഡിങ്. നമ്മുടെ സാമ്പത്തിക മേഖലയെയും നിത്യജീവിതത്തെയും ബാധിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ പവർ കട്ടും ലോഡ് ഷെഡിങ്. നോക്കാം പവർ കട്ടിൻ്റെയും ലോഡ് ഷെഡിങ്ങിൻ്റെയും കാരണങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പരിഹാരങ്ങളും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതിന് പിന്നിൽ. 1 by 1 ആയി നമുക്കൊന്ന് നോക്കാം. ഉയർന്നു വരുന്ന ഉപഭോഗ നിരക്ക്. കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വൈദ്യുത ഉപഭോഗമാണ് ഈ വേനൽക്കാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 11 കോടി യൂണിറ്റിന് മുകളിലാണത്. രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കാം. ഡാമുകളിലെ ജലനിരപ്പ് കുറയുന്നു. നമുക്കറിയാം ഈ കടുത്ത വേനലിൽ ഡാമുകൾ ജലനിരപ്പ് കുറഞ്ഞു വരുന്നു. കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 30-35% മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ബാക്കി 60-65% നമ്മൾ കേന്ദ്ര ഗ്രിഡിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുന്നതാണ്. ഈ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ 80% ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഡാമുകളുടെ ജലനിരപ്പ് കുറയുന്നത് അതിനെ കാര്യമായി ബാധിക്കും. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞല്ലോ, 60-65% വൈദ്യുതിയും പുറത്തു നിന്ന് വാങ്ങുന്നതാണ്. നമ്മൾ വാങ്ങുന്ന സ്ഥലത്തുള്ള വൈദ്യുതിയുടെ ഡിമാൻഡ്, കൂടി വരുന്ന ചിലവ്, അഥവാ നമ്മൾ വാങ്ങുന്ന വൈദ്യുതിക്ക് അവർ നമ്മളിൽ നിന്ന് ഈടാക്കുന്ന ഉയർന്ന തുക, അവരുടെ ഉൽപാദന കുറവ് വരുമ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടുന്ന വൈദ്യുതിയുടെ കുറവ്. ഇത് രണ്ടുമാണ് മൂന്നാമത്തെ ഫാക്ടർ. പരസ്പരം പഴിചാരിയത് കൊണ്ടോ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ കാര്യമില്ല. നമ്മളാൽ കഴിയുന്ന പരിഹാരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇരുട്ടിൽ തപ്പുന്നതിനേക്കാൾ നല്ലതല്ലേ വെളിച്ചമുള്ളപ്പോൾ അത് സേവ് ചെയ്യുന്നത്? അടുത്ത വീഡിയോയിലൂടെ നമുക്ക് നോക്കാം പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണേ.